ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏട്ടൻ കോഴിക്കോട് നിന്ന് വരികയാണ് കേട്ടോ. വരുന്ന വഴി നേരെ സ്കൂളിലേക്കാണ് പോയത്. സ്കൂളിൽ പോയിട്ട് മോളെയും കൂട്ടിയിട്ടാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. ഇത് ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് എന്നെ പറ്റിച്ചിട്ടാണ് വരുന്നത്. എന്നെ പറ്റിച്ചതിൻ്റെ ഒരു ചിരിയാണ് രണ്ടുപേരുടെയും മുഖത്ത് കേട്ടോ. ടീച്ചർ ഏട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞൂസ് ഉച്ചയ്ക്ക് ചോറൊന്നും തിന്നില്ല, അച്ഛൻ കൂട്ടാൻ വരും, അച്ഛൻ വന്നിട്ടേ ഞാൻ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഏട്ടൻ നേരെ സ്കൂളിലേക്ക് പോയത്. അപ്പോൾ ഏട്ടന് വന്ന് കയറിയോടെ ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇച്ചിരി മെഴുക്കുവരട്ടി ഉണ്ടാക്കി വാഴക്കയും കൊണ്ട്. പിന്നെ ഏട്ടൻ കുറച്ച് അയിലമീനും കൊണ്ടാണ് കേട്ടോ വന്നത്. അത് ഞാൻ വേഗം നന്നാക്കിയിട്ട് കുറച്ച് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡിയായി. ബാക്കി മീൻ നമുക്ക് നല്ലോണം കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും കുറച്ച് ഉലുവയിട്ട് പൊട്ടിച്ചു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഉള്ളിയും ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടു കേട്ടോ. പിന്നെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടു. പിന്നെ തക്കാളിയും പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് വഴറ്റി. അത് ഏകദേശം നന്നായി വഴന്നു വന്നപ്പോൾ അതിനകത്തേക്ക് പൊടികളെല്ലാം കൂടി ഇട്ടു. പിന്നെ പുളി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിയും വെള്ളവും കൂടെ അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് തിളച്ചു കേട്ടോ. നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മീനും കൂടെ അതിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ചട്ടി ചുറ്റിച്ചാണ് കേട്ടോ കൊടുത്തത്. അങ്ങനെ കറി റെഡിയായി. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടോ. തേങ്ങ അരച്ച മീൻ കറി. ലാസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇടുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടോ. നമ്മൾ കുറച്ച് ഉണക്കപ്പ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണക്കപ്പ വെന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ അരപ്പൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അത് നന്നായിട്ട് കുത്തി ഉടച്ച് നമ്മളെ ഉണക്കപ്പ പുഴുങ്ങിയത് റെഡിയായി. അങ്ങനെ ഏട്ടന് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ. ഏട്ടന് ആദ്യം ഉണക്കപ്പ പുഴുങ്ങിയതും മീൻ കറിയും കൂട്ടി കഴിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് വാഴക്ക മെഴുക്കുവരട്ടിയും കൂടി എടുത്തു കേട്ടോ. പിന്നെ ചായയും പരിപ്പുവടയും ഉണ്ടായിരുന്നേ. പരിപ്പുവട നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റാ ബൈ, സീ യു.